ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ചിലരൊക്കെ ഒരുപാട് നമ്മൾ ഒരാളെ മിസ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കാം, കോൾ ചെയ്തിട്ട് പറയാം ഐ മിസ് യുടാ, ഐ മിസ് യു സോ മച്ച് എന്നൊക്കെ നമ്മൾ പറയും. ചിലർക്കത് വെറും വാക്കുകൾ മാത്രമായിരിക്കും. ചിലർക്ക് അത് ടൈപ്പ് ചെയ്ത് വിടുന്നവരാണെങ്കിൽ അത് കാണുന്നവർക്ക് അത് ചിലപ്പോൾ വെറും അക്ഷരങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ പലരും പല രീതിക്ക് ചിന്തിക്കുന്നവരാണല്ലേ. കുറച്ച് പേർക്ക് മാത്രമാണ് അതൊരു ഫീലിങ്സായിട്ട് തോന്നുന്നത്. ഒരുപാട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നിന്നെ കണ്ടിട്ട് കുറേ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കത് വെറും വാക്കുകൾ മാത്രമായിരിക്കും. അതൊന്നും വലിയ കാര്യമായിരിക്കില്ല. എപ്പോഴും ഒരു മിസ്സിങ് എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞാൽ എത്രത്തോളം നമ്മളൊരു വ്യക്തിനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പലപ്പോഴും പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നവർ അത്രയും. പക്ഷെ അത് ഒരു വാചകമല്ല, അത് സത്യമാണ്. നമ്മൾ ഒരുപാട് വഴക്ക് കൂടുകയും പിണങ്ങി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രത്തോളം എത്രയാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നതെന്ന് ഒരിക്കൽ പോലും അവർ മനസ്സിലാക്കാറില്ല. പിന്നെ ചിലർ കോമഡിയിലും അല്ലാതെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഭർത്താക്കന്മാരൊക്കെ പറയും, ഭാര്യ വിളിച്ച അവളെ ഈ സിനിമയിൽ തന്നെ കണ്ടിട്ടില്ലേ, എന്തോ അവളുടെ അടുത്ത് സംസാരിക്കാൻ തന്നെ തോന്നില്ല, എപ്പോഴും പരാതിയും പരിഭവങ്ങളും. അല്ലെങ്കിൽ വേറെ പലരും വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് സമാധാനമായിട്ട് സംസാരിക്കാൻ അറിയാം, നല്ല രീതിക്ക് സംസാരിക്കാൻ അറിയാം. ഇപ്പോൾ നേരിട്ടായാൽ പോലും കൂട്ടുകാരോടായാലും അല്ലാതെ ആയാലും വേറൊരാളിനെ കാണുമ്പോഴായാലും എന്തൊരു ഭവ്യതയിലും എന്തൊരു ഇതിലും ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ സ്വന്തം ഭാര്യയോട് മാത്രം കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കാനോ, അല്ലെങ്കിൽ അവരോട് കുറച്ച് സമയം അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പരാതികൾ കേൾക്കാനോ ഉള്ള ടൈമില്ല. പക്ഷേ എന്താണെന്ന് അത് മനസ്സിലാവുന്നില്ല. ഞാൻ പലരുടെ കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്സായാലും അങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞ് ഞാനത് കേട്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാനത് വന്നിരുന്ന് പറയുന്നത്. ഞാനത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്വന്തം വൈഫിൻ്റെ അല്ലെങ്കിൽ സ്വന്തം കാമുകയായിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കും കേട്ടോ. എത്ര പരാതിയായാലും പരിഭവമായാലും പിണക്കങ്ങളായാലും നമ്മളത് കേൾക്കും. പക്ഷേ സ്വന്തം വൈഫായ ഒരു 2-3 വർഷം കഴിയട്ടെ, തീർന്നു പിന്നെ അവിടെ. അപ്പോൾ ഓക്കെ ബൈ. ഞാനത് പറയാനായിട്ട് വന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ആലോചിച്ചതാണ്. ഓക്കെ.